കൊല്ലം നഗരത്തിലെ ജലവിതരണത്തിനായി 4 കോടി ലിറ്റർ വെള്ളമാണ് ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും ദിനംപ്രതി പമ്പ് ചെയ്യുന്നത്. തടാകം കടുത്ത വരൾച്ചയിലെത്തിയ 2013-ലാണ് കൊല്ലം നഗരത്തിലേക്ക് വെള്ളമെത്തിക്കാൻ ബദൽ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയത്. എന്നാൽ പദ്ധതിക്ക് കിണർ കുഴിക്കുന്ന സ്ഥലം തന്റേതാണെന്ന് കാട്ടി സ്വകാര്യ വ്യക്തി കോടതിയിൽ പോയതോടെയും കല്ലടയാറ്റിൽ റെഗുലേറ്റർ സ്ഥാപിച്ചാൽ പാരിസ്ഥിതികാഘാത പ്രദേശമായ മൺട്രോത്തുരുത്തിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് വീണ്ടും മാറ്റം വരുമെന്ന പരാതിയുമായി മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് രംഗത്തെത്തിയതും തിരിച്ചടിയായി. നമ്മൾ എതിർക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും കായലിൽ നിന്ന് ഉപ്പുവേലി കയറി വരുന്നു എന്ന കാരണത്താൽ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് അണ കെട്ടുന്ന അല്ലെ തടയണ കെട്ടുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത്. ഉപ്പ് മൺട്രോത്തുരുത്തിലെ ഓരോ നീർച്ചാലിലേക്കും കടന്നു കൂടിക്കൊണ്ട് മൺട്രോത്തുരുത്ത് മരുഭൂവൽക്കരിക്കപ്പെടുകയും മൺട്രോത്തുരുത്തിൽ ഇന്ന് കാണുന്ന പച്ചപ്പ് ഉൾപ്പെടെ എല്ലാം നശിച്ചുകൊണ്ട് അവിടുത്തെ മനുഷ്യ ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾപ്പെടെ എല്ലാ ആവാസ വ്യവസ്ഥയും നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പദ്ധതിക്കായി കൂറ്റൻ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ജലവിഭവ വകുപ്പ് ആരംഭിച്ചപ്പോഴാണ് നിയമക്കുരുക്കിലായത്. മൺട്രോത്തുരുത്ത് നിവാസികളുടെ ആശങ്കയകറ്റി മാത്രമേ ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുകയുള്ളൂ എന്ന് കോവൂർ കുഞ്ഞുമൻ MLA പറഞ്ഞു. ഈ പ്രോജക്റ്റ് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത്. മൺട്രോത്തുരുത്ത് പഞ്ചായത്തിന് അവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായും അവരുടെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത തരത്തിലുള്ള പദ്ധതിയാണ് നമ്മൾ തുടക്കം കുറിക്കാൻ ആലോചിക്കുന്നത്. കോടതി നടപടിയിൽ കുടുങ്ങിയ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്കയിലാണ് കൊല്ലം നഗരവാസികൾ. ശാസ്താംകോട്ട തടാകത്തിലെ അമിത ജലചൂഷണം ഒഴിവാക്കാനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കുടിവെള്ള പദ്ധതിയാണ് സ്വകാര്യ വ്യക്തി കോടതിയിൽ പോയതോടെ നിലച്ചത്. പദ്ധതി ഉടൻ യാഥാർത്ഥ്യമായില്ലെങ്കിൽ കൊല്ലത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമമായിരിക്കും ഉണ്ടാവുക. ക്യാമറമാൻ സിറിലിനൊപ്പം ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.